ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. കിതാബു സിയാം, സബഖ് 33. ലൽ മുതഅദ്ദി ബി ഫിത്രി റമളാന ബി ഗൈരി ജിമാഇൻ. ജിമാഅ് അല്ലാത്ത കാര്യങ്ങളുണ്ട്. ജിമാഅ് അല്ലാത്തത് കൊണ്ട് റമളാനിൻ്റെ നോമ്പിനെ മുറിക്കൽ കൊണ്ട് അതിരിവിട്ടവനെ ചേർക്കപ്പെടുകയില്ല. ആ മുർലിനോട് ഈ മുതഅദ്ദിയെ ചേർക്കപ്പെടില്ല. എങ്ങനെ മുതഅദ്ദിയായി? ബി ഫിത്രി റമളാന, റമളാനിൻ്റെ നോമ്പിനെ ഉപേക്ഷിക്കൽ കൊണ്ട്, മുറിക്കൽ കൊണ്ട്. എങ്ങനെ മുറിച്ചു? ബി ഗൈരി ജിമാഇൻ, ജിമാഅ് അല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിച്ചു. അങ്ങനെ അതിരിവിട്ടവനെ ഈ മുർലിനോട് ചേർക്കപ്പെടില്ല. ഫ ഇന്നഹു, അപ്പോൾ ഈ മുതഅദ്ദി ലാ യുൽഹഖു, അവനെ ചേർക്കപ്പെടുകയില്ല. ബിൽ മുർലി ആയ സ്ത്രീയോട് ചേർക്കപ്പെടുകയില്ല. എന്ത് വിഷയത്തിൽ? ഫി ലുസൂമിൽ ഫിദിയത്തി മഅൽ ഖലാഇ, ഖലാഓടുകൂടെ ഫിദിയ നിർബന്ധമാകുമെന്ന വിഷയത്തിൽ അവളോട് ഇവനെ ചേർക്കപ്പെടുകയില്ല. ഫിൽ അസഹി, അസഹ് പ്രകാരം ചേർക്കപ്പെടുകയില്ല. അപ്പോൾ ഫലാ തൽസമുഹു, ആ മുതഅദ്ദിക്ക് എന്തില്ല? ആ ഫിദിയ നിർബന്ധമില്ല. തൽസമുഹു, ഫലാ തൽസമുഹു, തൽസമു എന്നുള്ളത് അഫിദിയ, ആ ഫിദിയ നിർബന്ധമാകില്ല. ഹു, ആ മുതഅദ്ദിക്ക് നിർബന്ധമാകില്ല. ജസ്മൻ, ഉറപ്പായിട്ടും നിർബന്ധമാകില്ല. കാരണം ലി അന്ന ഫിത്രഹ, ആ മുർലിൻ്റെ ഫിത്തർ, മുർലി നോമ്പ് ഒഴിവാക്കിയത് ഇർത്തഫഖ ബിഹി, ആ ഫിത്തർ എന്ത് ചെയ്തു? അതുകൊണ്ട് ഉപകാരമെടുത്തു. ഷഖ്സാനി, രണ്ട് വ്യക്തികൾ ഉപകാരമെടുത്തു. മിൻ ഗൈരി തഅദ്ദിൻ, ഒരു പരിധി വിടലും കൂടാതെ തന്നെ രണ്ട് ഷഖ്സുകൾ ഉപകാരമെടുത്തു. മുർലിയും മുർലിൻ്റെ കുട്ടിയും. അപ്പോൾ അവിടുത്തെ തഅദ്ദി ഒന്നും ഇല്ലാതെ തന്നെ രണ്ട് വ്യക്തികൾ ഉപകാരമെടുത്തു എന്നതാണ് മുർലിൻ്റെ ഫിത്തർ. ബി ഖിലാഫി ഫിത്രിഹി, ഈ മുതഅദ്ദിയുടെ ഫിത്തറിനെതിരായിട്ട്. അവിടെ എന്തില്ല? അവിടെ രണ്ട് ഷഖ്സുകൾ ഉപകാരമെടുക്കുന്നില്ല. അവന് മാത്രമേ അതിൻ്റെ ഉപകാരം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവനെ ഈ മുർലിനോട് ചേർക്കപ്പെടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ വസാനി, സാനിക്കാർ പറയുന്നത് യുൽഹഖു ബിഹ, ആ മുർലിനോട് അവനെ ചേർക്കപ്പെടും. ബിൽ ലുസൂമി, ആ ഫിദിയ നിർബന്ധമാണെന്നതിൽ അവളോട് ചേർക്കപ്പെടും. മിൻ ബാബി ഔല, ഔല ബാബിൽ, മറ്റേതിനെ അപേക്ഷിച്ച് ബില്ലൗല ഇവനെ ചേർക്കപ്പെടുക എന്നതാണ്. എന്തുകൊണ്ട്? ലി തഅദ്ദീഹി, കാരണം ഇവൻ അതിരുവിട്ട് നോമ്പ് ഉപേക്ഷിച്ചതാണല്ലോ. അപ്പോൾ ഇവനെ ബില്ലൗല ചേർക്കണമെന്നാണ് അവർ പറയുന്നത്. ന്യായം നോക്കുമ്പം ശരിയാണ്. കാരണം ഇവൻ മനഃപൂർവ്വം ഇവൻ നോമ്പിന് മുറിച്ചതാണല്ലോ. അപ്പോൾ ഇവനാണ് എന്ത് ചെയ്യേണ്ടത്? പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക. മറ്റേ മുർലിയൊക്കെ എന്താണ്? ആവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കിയതാണല്ലോ എന്നാണിപ്പോൾ സാനിക്കാർ പറയുന്നത്. അപ്പം ബില്ലൗല ഇവന് ഇവിടെ ഫിദിയ നിർബന്ധമാക്കണം എന്നതാണ്. അപ്പോൾ അവളോട് ഇവന് ചേർക്കപ്പെടും എന്നതാണ് അവരുടെ അഭിപ്രായം. ഇനി വമൻ അഖറ, ഒരു ആൾ പിന്തിച്ചാൽ ഖലാ റമളാന, റമളാനിൻ്റെ ഖലാഇനെ, റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഖലാ വീട്ടാതെ ആ ഖലാഇനെ പിന്തിച്ചു. എന്തോടുകൂടെ? മാ ഇംകാനിഹി, ആ ഖലാഇന് സൗകര്യമാകലോടുകൂടെ പിന്തിച്ചു. ആ സൗകര്യമാകലെങ്ങനെ? ബി അൻകാന മുഖീമൻ സഹീഹൻ, അവൻ ആരോഗ്യമുള്ളവനും നാട്ടിൽ താമസിക്കുന്നവനുമാണ്, യാത്രയൊന്നും പോയിട്ടൊന്നുമില്ല, യാത്രക്കാരനും അല്ല, രോഗിയൊന്നുമല്ല. അങ്ങനെ അവന് സൗകര്യമായി. എന്നിട്ട് അത് ഖലാ വീട്ടാതെ പിന്തിച്ചു. ഏതുവരെ പിന്തിച്ചു? ഹത്താ ദഖല റമളാനുൻ ആഖറു, മറ്റൊരു റമളാൻ പ്രവേശിക്കുന്നത് വരെ. അവിടെ റമളാൻ എന്നുള്ളത് പിന്നെ മുൻസരിഫായിട്ടാണ് വായിക്കുന്നത്, ഒരു മുൻസരിഫായിട്ടല്ല. അവിടെ കരിങ്കപ്പാറ എഴുതി കൊടുത്തു ബി തൻവീനി മസ്റൂഫൻ ലി അന്നഹു നഖറത്തുൻ, ഇതിൽ മുറാദ് ബിഹി ഗൈറു മുഅയ്യനിൻ, ഒരു മുഅയ്യൻ അല്ലാത്ത റമളാൻ എന്നാണ്.
ബിദലീലി വസ്ഫിഹി ബിൻ നക്രത്തി, അതിന് ആഖറു എന്ന വസ്ഫു നക്കറ കൊണ്ട് വസ്ഫു പറഞ്ഞുകൊണ്ട്. ഹത്താ ദഖല റമളാനുൻ ആഖറു വഹിയ ആഖറു ഫസാലത്ത് മിൻഹു ഇഹ്ദൽ ഇല്ലത്തൈനി, അപ്പോൾ അതിൽ നിന്ന് രണ്ട് ഇല്ലത്തും നീങ്ങി. വഹിയ അൽ അലമിയത്തു പിന്നെ വബഖാഉൽ അലിഫി വന്നൂനി അസായിദത്തൈനി ലാ യഖ്തളി മൻഅഹു മിനസ് സർഫി. അപ്പോൾ അത്താ ദഖല റമളാനുൻ ആഖറു, മറ്റൊരു റമളാൻ പ്രവേശിക്കുന്നത് വരെ ഈ ഖളാഇനെ പിന്തിച്ചവൻ ലസിമഹു അവന് നിർബന്ധമാകും, മഅൽ ഖളാഇ ഖളാഓടുകൂടെ അവന് നിർബന്ധമാണ്, ലികുല്ലി യൗമിൻ ഓരോ ദിവസത്തിനും മുദ്ദുൻ ഒരു മുദ്ദ് നിർബന്ധമാകും. ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് ഖളാനോടൊപ്പം തന്നെ മുദ്ദും കൊടുക്കണം. വ അതിമ അവനങ്ങനെ പിന്തിച്ചതിൻ്റെ പേരിൽ കുറ്റക്കാരനാകുകയും ചെയ്യും. കമാ ദക്കറഹു ഫി ഷറഹിൽ മുഹദ്ദബി, ഷറഹുൽ മുഹദ്ദബിൽ അങ്ങനെ കുറ്റക്കാരനാകുമെന്ന് പറഞ്ഞതുപോലെ. വദക്കറ ഫീഹി, ആ ഷറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, ഇമാം പറഞ്ഞു, അന്നഹു യൽസമുൽ മുദ്ദ് നിർബന്ധമാകും ബി മുജറദി ദുഖൂലി റമളാന, റമളാൻ പ്രവേശിക്കൽ കൊണ്ട് തന്നെ. റമളാൻ അടുത്ത റമളാൻ വരെ പിന്തിച്ചാൽ ആ റമളാൻ പ്രവേശിക്കൽ കൊണ്ട് തന്നെ മുദ്ദ് നിർബന്ധമാകും. അവൻ പിന്നെ റമളാൻ പ്രവേശിച്ച് പിന്നെ ഖളാഇന് ശേഷമാകണമെന്നില്ല, ആ റമളാൻ പ്രവേശിക്കലോടുകൂടെ തന്നെ മുദ്ദ് നിർബന്ധമായി. അവിടെ ഖൽയൂബ് എഴുതിയ വഇൻ തഅഖറൽ ഖളാ അൻഹു ലികൗനിഹി ലാ യുഖ്ബലു ഗൈറുഹു, ഈ റമളാനിൽ പിന്നെ ആ റമളാനിലല്ലാത്ത വേറെ നോമ്പ് ആ റമളാന് സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഖളാഇനെ അങ്ങോട്ട് പിന്തിച്ചാലും. ഇത് പറയാൻ കാരണം ശേഷം വരുന്ന ഹദീസിൽ നിന്ന് ഖളാഇന് ശേഷം ആണ് ഫിദിയ കൊടുക്കേണ്ടത് എന്ന് ആ ഹദീസിൽ നിന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വലാഹിറുൽ ഹദീസിൽ ആത്തി തഖീറുൽ ഫിദിയത്തി അനിൽ ഖളാഇ വലൈസ മുഅ്തബറൻ, അതാണ്. അപ്പോൾ ഖളാഇനെ തൊട്ട് ഫിദിയെ പിന്തിക്കുക എന്ന ശേഷം വരുന്ന ഹദീസിൻ്റെ ലാഹിർ അത് ഇവിടെ മുഅ്തബറല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇമാം പറഞ്ഞത് ആ ഖളാഇന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഫിദിയ കൊടുക്കാം. അതാ റമളാൻ ദുഖൂലാകൽ കൊണ്ട് തന്നെ മുദ്ദ് നിർബന്ധമായി വരും. അപ്പം പിന്നെ ഖളാഇന് മുമ്പ് തന്നെ ഫിദിയ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. റവദ് ദാറഖുത്നിയു, ഇത് ഈ വിഷയത്തിന് ഇങ്ങനെ ഖളാഇനെ പിന്തിക്കുമ്പോൾ ഒരു ഖളാഓടുകൂടെ മുദ്ദ് കൊടുക്കണം എന്നതിന് തെളിവായിട്ട് കൊണ്ടുവന്ന ഹദീസ് റവദ് ദാറഖുത്നി വൽ ബൈഹഖിയു റഹിമഹുമുല്ലാഹ്. ദാറഖുത്നി ബൈഹഖിയും അവർ റിപ്പോർട്ട് ചെയ്തു ഹദീസ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു. എന്താണ് ഹദീസ്? മൻ അദ്റകഹു റമളാൻ, മൻ ഒരുത്തൻ അദ്റകഹു അവനിക്ക് എത്തിച്ചു, മൻ അദ്റകഹു റമളാനു റമളാൻ അവനെ എത്തിച്ചു, മൻ അദ്റകഹു റമളാനു അവനിക്ക് റമളാനിനെ എത്തിച്ചു, അല്ല റമളാൻ അവനെ എത്തിച്ചു, മൻ അദ്റകഹു റമളാനു. എന്നിട്ട് ഫഅഫ്തറ, എന്നിട്ട് അവൻ നോമ്പ് ഉപേക്ഷിച്ചു, ലി മറദിൻ രോഗം കാരണത്തിന് വേണ്ടി. എന്നിട്ട് സുമ്മ സഹ പിന്നെ അവൻ ആരോഗ്യവാനായി. എന്നിട്ട് വലം യഖ്ളിഹി എന്നിട്ട് ആ റമളാനിനെ ആ നോമ്പിനെ അവൻ ഖളാ വീട്ടിയില്ല. ഹത്താ അദ്റകഹു റമളാനു ആഖറു, മറ്റൊരു റമളാനുൻ ആഖറു, അവിടെ കഴിച്ചോട്ട് റമളാനുൻ ആഖറു എന്ന് വായിക്കുന്നതല്ല, റമളാനുൻ ആഖറു മറ്റൊരു റമളാന് അവനെ എത്തിക്കുന്നത് വരെ ഇവൻ ഖളാ വീട്ടിയില്ല. എന്നാൽ സാമല്ലതി അദ്റകഹു, സാമ അവൻ നോമ്പനുഷ്ഠിക്കണം, അല്ലതി ഒരു നോമ്പിനെ, അദ്റകഹു ആ റമളാനിനെ അവൻ എത്തിച്ചു, ആ എത്തിച്ചതിനെ അവൻ എന്ത് ചെയ്യണം, നോമ്പനുഷ്ഠിക്കണം. സുമ്മ യഖ്ദി മാ അലൈഹി എന്നിട്ട് അവൻ്റെ മേലുണ്ടായിരുന്ന ആ നോമ്പിനെ അവൻ ഖളാ വീട്ടണം. എന്നിട്ട് സുമ്മ യുതൈമു അൻ കുല്ലി യൗമിൻ എന്നിട്ട് ഓരോ ദിവസത്തിനെ തൊട്ടും അവൻ ഭക്ഷണം കൊടുക്കണം, മിസ്കീന് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഈ ഹദീസ്. അപ്പോൾ ഈ ഹദീസിൽ സുമ്മ യഖ്ദി മാ അലൈഹി സുമ്മ യുതൈമു എന്നാണ്. അപ്പോൾ ഖളാഇന് ശേഷമാണ് ഫിദിയ എന്ന ഇതിൽ നിന്ന് വരുന്നുണ്ട്.
അതാണ് അവിടെ അൽയൂബി നേരത്തെ പറഞ്ഞത്. അത് ഇവിടെ ആ ലാഹിറുൽ മുഅ്തബർ അല്ല എന്ന് പറഞ്ഞു. വളഅഫഹു, ആ ഹദീസിനെ, ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ അവർ രണ്ടുപേരും, ദാറഖുത്നി ഇമാമും ബൈഹഖി ഇമാമും, അവർ രണ്ടുപേരും ലഈഫാക്കി. എന്നിട്ട് ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, വറുവിയ, ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, മൗഖൂഫൻ അല റാവിഹി, ആ ഹദീസിൻ്റെ റാവിയുടെ മേൽ മൗഖൂഫായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്, അല്ലാതെ അത് മർഫൂ അല്ല. ബി ഇസ്നാദിൻ സഹീഹിൻ, സഹീഹ് ആയ സനദ് കൊണ്ട് തന്നെ മൗഖൂഫായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അമ്മാമല്ലം യുംകിനുഹുൽ ഖലാഉ, അപ്പോൾ ഖലാഉ സൗകര്യമാകാത്ത ഒരുത്തൻ, നേരത്തെ പറഞ്ഞ് മാ ഇംകാനിഹി എന്നല്ലേ പറഞ്ഞത്, എൻ്റെ മുഹത്തറസ് പറയാണ്. അപ്പോൾ ഖലാഇന് സൗകര്യമായവൻ, അതങ്ങനെ ബി അനിസ്തമറ മുസാഫിറൻ, അല്ല സൗകര്യമാകാത്തവൻ എങ്ങനെ, ബി അനിസ്തമറ മുസാഫിറൻ, അവനിങ്ങനെ യാത്രക്കാരനായി തുടർന്നു, ഔ മരീദൻ, അല്ലെങ്കിൽ രോഗിയായിട്ട് ഇങ്ങനെ തുടർന്നു. എതുവരെ, ഹത്താ ദഖല റമളാനുൻ, മറ്റൊരു റമളാൻ പ്രവേശിക്കുന്നത് വരെ അങ്ങനെ തുടർന്നാൽ ഫലാ ശൈഅ അലൈഹി, അപ്പോൾ അവൻ്റെ മേലെന്തില്ല, ഒന്നും കൊടുക്കേണ്ടതില്ല, ഫിദിയ കൊടുക്കേണ്ടതില്ല. ബി തഅഖീരി, ഈ തഅഖീർ കൊണ്ട് അവൻ്റെ മേലൊന്നും ഇല്ല. കാരണം ലി അന്ന തഅഖീറൽ അദാഇനെ തന്നെ പിന്തിക്കൽ ബി ഹാദൽ ഉദ്രി, ഈ പ്രതിബന്ധം കാരണം, യാത്ര അല്ലെങ്കിൽ രോഗം കാരണം അദാഇനെ തന്നെ പിന്തിക്കൽ ജായിസുൻ, അത് അനുവദനീയമാണ്. അപ്പോൾ തഅഖീറുൽ ഖലാഇ, അപ്പം പിന്നെ ഖലാഇനെ പിന്തിക്കുക എന്നത് ഔല ബിൽ ജവാസി, ജായിസാണെന്നതുകൊണ്ട് ബിൽ ഔലയാണ്. അതുകൊണ്ട് അവിടെ അതിന് ഫിദിയ കൊടുക്കേണ്ടതില്ല. വൽ അസഹു, അസഹായ അഭിപ്രായം തഖറുറുഹു അയിൽ മുദ്ദി, ആ മുദ് ആവർത്തിച്ചു വരുമെന്നതാണ്. എന്തുകൊണ്ട് ആവർത്തിക്കും, അത് കൊടുത്തിട്ടില്ല എങ്കിൽ ആവർത്തിക്കും. ബി തഖറുരി സിനീന, കൊല്ലങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് ഈ മുദ്ദും ആവർത്തിച്ചു വരും. അപ്പോൾ ഖലാഇനെ ഇങ്ങനെ പിന്തിക്കുമ്പോൾ ആ പിന്തിക്കുന്നതിനനുസരിച്ച് ഓരോ കൊല്ലത്തിനനുസരിച്ച് എന്ത് ചെയ്യും, മുദ്ദ് കൂടി വരും. തുഫ അവിടെ എഴുതിയ അന്നൽ ഹുഖൂഖൽ മാലിയത ലാ തതദാഖലു എന്നാണ്. മാലിയായ ഹക്കുകൾ ഒന്നിൻ്റെ മേലൊന്ന് കൂടൂല, അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ കൊടുക്കണം. അപ്പോൾ ഓരോരോ കൊല്ലത്തിനും അനുസരിച്ച് എന്ത് ചെയ്യണം, ആ മുദ്ദ ആവർത്തിച്ചതും അത് കൊടുക്കണം. വത്താനി, ഇവിടെ അസഹിൻ്റെ മുഖാബില പറയുന്നത് ലാ യതകററു, അത് ഹുദൂദ് പോലെ പിന്നെ ആവർത്തിച്ച് വരികയില്ല. ഐ യക്ഫിൽ മുദ്ദു അൻകുല്ലി സിനീന, എല്ലാ കൊല്ലത്തെ തൊട്ടും ഒരു മുദ്ദു മതിയാകും എന്ന്. വൽ അസഹു, അസഹ് അന്നഹു ലൗ അഖറൽ ഖലാഅ, അവൻ ഖലാഇനെ പിന്തിച്ചു, മാ ഇംകാനിഹി, അവന് സൗകര്യമാകലോടുകൂടെ, ഖലാ വീട്ടാൻ സൗകര്യമാകലോടുകൂടെ പിന്തിച്ചു. എന്നിട്ട് ഫമാത്ത, അവൻ മരണപ്പെട്ടു. എന്നാൽ ഉഖ്രിജ, പുറപ്പെടുവിക്കപ്പെടണം, മിൻ തരിക്കത്തിഹി, അവൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടണം. ലി കുല്ലി യൗമിൻ, ഓരോ ദിവസത്തിനും മുദ്ദാനി, 2 മുദ്ദ് ഓരോ നോമ്പിനും പുറപ്പെടുവിക്കപ്പെടണം. ഖലാഇന് സൗകര്യമായി അടുത്ത റമളാൻ ആകുന്നത് വരെയും പിന്നെ ഖലാ വീട്ടിയില്ല. അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവൻ്റെ തരിക്കത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ഓരോ ദിവസത്തിനും 2 മുദ്ദ് പുറപ്പെടുവിക്കണം. മുദ്ദുൽ ലിൽ ഫവാത്തി അലൽ ജദീദ്, ജദീദ് പ്രകാരം ഇത് നോമ്പ് നഷ്ടപ്പെടുത്തിയതിന് 1 മുദ്ദും, മുദ്ദുൽ ലി തഖീരി, അത് നോമ്പിനെ ഖലാഇനെ പിന്തിച്ചതിന് വേണ്ടി 1 മുദ്ദും, ഇങ്ങനെ 2 മുദ്ദ് അവന് വേണ്ടി കൊടുക്കണം. വത്താനി, അതിൻ്റെ അസഹിൻ്റെ മുഖാബില, അല്ല ജദീദിൻ്റെ മുഖാബില, അല്ല ജദീദ് തന്നെ പറഞ്ഞു, അല്ല അസഹിൻ്റെ മുഖാബില, വല്ലസഹു അന്നഹു എന്നല്ലേ പറഞ്ഞു. അസഹിൻ്റെ മുഖാബില യക്ഫി മുദ്ദിന്, 1 മുദ്ദ് മതിയാകുമെന്നാണ്. വഹുവലിൽ ഫവാത്തി, അത് ഫവാത്തിന് വേണ്ടിയിട്ടുള്ള 1 മുദ്ദ് മതിയാകും. യസ്കുത്ത് മുദ്ദു തഖീരി, തഖീറിൻ്റെ മുദ്ദ് സാക്കിത്താകും. അപ്പം ഫവാത്തിന് വേണ്ടി 1 മുദ്ദ് കൊടുത്താൽ മതി എന്നാണ് അസഹിൻ്റെ മുഖാബില പറയുന്നത്. പിന്നെ വലൽ ഖദീമി, ഇവിടെ ജദീദ് പ്രകാരമാണ് അലൽ ഫവാത്തിനൊരു മുദ്ദ് എന്ന് പറഞ്ഞത്. എന്നാൽ ഖദീമ് പ്രകാരം യസൂമു അൻഹു അൽ വലിയു, അവനെ തൊട്ട് വലിയ എന്ത് ചെയ്താൽ മതി,
നോമ്പനുഷ്ഠിച്ചാൽ മതി. വയുഹ്രിജു മുദ്ദ തഹീരി, എന്നിട്ട് തഹീറിൻ്റെ മുദ്ദ് പുറപ്പെടുവിച്ചാൽ മതി. അപ്പോൾ ഫവാത്തിന് എന്ത് വേണ്ട? ഫവാത്തിന് മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഫവാത്തിന് പകരം വലിയ നോമ്പനുഷ്ഠിച്ചാൽ മതി. നോമ്പനുഷ്ഠിക്കൽ ജായിസാണ്. പിന്നെ തഹീറിൻ്റെ മുദ്ദ് മാത്രം പുറപ്പെടുവിച്ചാൽ മതി എന്നാണ് ഖദീമിൻ്റെ അഭിപ്രായം. ഇനി ഫിദിയയുടെ മസ്റഫ് പറയണം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ